ഞാനിപ്പം അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ടിരിക്കുവാണ്. അപ്പം ഇങ്ങനെ എന്താ പറയുക, അത്ഭുതപ്പെട്ടതിനെ നിൽക്കുകയാണ്. അത് ചുമ്മാ പറയുന്നതല്ല, അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഒരു വാട്ടർഫോൾസ്, ഇതാണ് രണ്ടാമത്തെ വാട്ടർഫോൾസ്. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഒരു അത്ഭുത കാഴ്ച കാണാൻ വന്നതാണ്. എനിക്കിപ്പോൾ ഒരു 500 മീറ്റർ ദൂരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അതെനിക്ക് കാണാം. അപ്പം അങ്ങനെ കണ്ടാൽ പോരാ, കണ്ടോ, അതോ ആ കാണുന്നത് അതാണ് നമ്മൾ പറഞ്ഞ അത്ഭുതം. അത് ആതിരപ്പള്ളി വാട്ടർഫോൾസ് ആണത്. അപ്പോൾ നമുക്കതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. വെൽക്കം ടു അതിരപ്പള്ളി വാട്ടർഫോൾസ്, അതിരപ്പള്ളി സിറ്റി. അവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ സ്ഥലമുണ്ടേ. അപ്പോൾ നമ്മൾ വന്ന ബസ് ഇതാണ്. അപ്പം ഇവിടെ കയറുന്നതിന് നമുക്ക് 60 രൂപ ചാർജ് ഉണ്ടേ. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരു വനമാണ് കേട്ടോ. വനത്തിൻ്റെ ഉള്ളിലോട്ട് കയറി നമ്മളിപ്പോൾ ചെല്ലാൻ പോകുന്നത് വാട്ടർഫോൾസിനങ്ങോട്ടാണ്. അപ്പം എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് നേരിട്ട് കാണുന്നത്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടു കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. സിനിമയിലും എന്താ പറയുന്നത്, ഈ പാട്ടിലും സിനിമാ പാട്ടിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ നേരിട്ട് കാണാൻ പോകുന്ന ആദ്യമേ. ഇതുണ്ട്, ഇത് നൈസല്ലേ. ഇത് അടിപൊളിയല്ലേ, ഇങ്ങനെ മുള പോലെ. മുളയൊന്നുമല്ല, ഇത് മറ്റേ സിമെൻറ്റ് വെച്ചുണ്ടാക്കി കഴിയുന്നതാണ്. അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ആ ഒരു മേളുണ്ടല്ലോ, അവിടെ വന്നു. അവിടെ നിന്ന് ഒരു 50 മീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അത് ശരിക്കും പറഞ്ഞതുണ്ടോ, ഇതാണ് ഇവിടുന്ന് നമ്മൾ കാണുന്നൊരു കാഴ്ച. ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ്, കണ്ടോ, സൂപ്പറല്ലേ. അപ്പം ആ ഒരു വീട് അല്ലെങ്കിൽ ഒരു കുടില് പോലെ കാണുന്നുണ്ടോ, അത് എത്രയോ വർഷങ്ങളായിട്ട് അത് അങ്ങനെ ഇരിക്കുന്നതാണെന്നറിയോ. എന്തേലും വെള്ളമൊഴുക്ക് വന്നാലും അല്ലെങ്കിൽ വെള്ളം ഒഴുകി വന്നെന്ന് പറഞ്ഞാലും ആ വീട് അവിടെ നിന്ന് പോകത്തില്ല. ഇതുവഴിയാണ് ഇതുള്ള ചെറിയ സേഫ്റ്റിയൊക്കെ ഉണ്ട്. അപ്പം അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ശരി ഇതുണ്ടോ, അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ഒരു കുഴിയാണ് അല്ലെങ്കിൽ ആഴമാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അല്ലേ, കുറച്ച് പേര് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മൾ പറഞ്ഞത് ആ കുട്ടി വീട് അവിടെ ഉണ്ട്. അപ്പം ഇവിടെ ഒരു നോ എൻട്രി എന്നുള്ള ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കയറ് കെട്ടി ഇങ്ങനെ ഫുള്ളിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തോട്ട് പോകരുതെന്ന് കേട്ടോ. ഇതാണ് അതിരപ്പള്ളി ആ ഒരു കായലെന്നാണ് പറയുന്നത്. എന്താ ഇതിന് പറയുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പോകാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആ കുട്ടി വീട്. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഇതൊരു വർഷങ്ങളായിട്ട്, അതായത് നമ്മൾ ആദ്യ കാലം തൊട്ടേ നമ്മൾ വീഡിയോസൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ, പാട്ട് കണ്ടിട്ടില്ലേ, ആ പഴയ പാട്ടുകൾ, ആ പാട്ടിലൊക്കെ ഉള്ള അതേ കുട്ടി വീടാണ് ഇത്. ഇപ്പോഴും നിലവിലുണ്ട്. അതായത് ഇതുവഴി വെള്ളം എന്തേരം ഒഴുക്ക് വന്നെന്ന് പറഞ്ഞാലും ഇവരങ്ങനെ പോകത്തില്ല. അത്രയും സ്ട്രോങ് എന്നല്ല, ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു കൊച്ചു കുടിൽ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ തൊട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ആ ഒരു വ്യൂ അറിയാൻ പറ്റുന്നത്. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ. അപ്പം അതാണ് ശരിക്കും പറഞ്ഞാൽ അതിരപ്പള്ളി വാട്ടർഫോൾസ്. അപ്പം താഴെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതേ ആൾക്കാരവിടെ ഒത്തിരി പേര് നിൽപ്പുണ്ട്. അപ്പം നമുക്കിനി അവിടെ പോകണം. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കിട്ടും. അവിടെ എവിടെയോ പോയി നിന്നാലേ നേരെ ഇങ്ങോട്ടൊരു വ്യൂ ഉണ്ട്, അത് നമുക്ക് കാണാം. കുറച്ച് അവിടെയൊക്കെ പോവാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതല്ല വ്യൂ, നമുക്ക് താഴെ ചെല്ലണം. ഇതുണ്ട്, ഇവിടുന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അറിയാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ആ ഒരു വിഷ്വൽ എങ്ങനെയാണ്. കണ്ടോ, സൂപ്പർ അല്ലേ. അതായത് ആ വെള്ളച്ചാട്ടം നമുക്ക് ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇതുണ്ട്, ഇതുപോലുള്ള വഴിയാണ്. അതായത് വേറൊന്നുമല്ല, ഒരു നമ്മളിപ്പോൾ ഇതുണ്ട് ഇതുപോലുള്ള വേലികൾ ആ മല ഇറങ്ങിയാണ് വന്നത്. ഒരു അത്യാവശ്യം നല്ലൊരു മല ഇറങ്ങി താഴെ വരണം, എന്നാലേ ഇത് കാണാൻ പറ്റുള്ളൂ. രസം എന്ന് വെച്ചാൽ ഇതിന് തിരിച്ച് മുകളിലോട്ടും കയറണം. സാധാരണ ഒരു ഇറക്കമല്ല, അത്യാവശ്യം നല്ല കുത്തിറക്കം. അതായത് ഇതുണ്ടോ,
1 2 3 4 വേലികൾ ഇറങ്ങിയാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇതുണ്ടോ, ഇനിയിപ്പോൾ ഇവിടെ ഇതുണ്ടോ, ഇതുപോലെ വേലി ഇറങ്ങി ഒരു 3 എണ്ണം ഇറങ്ങിപ്പോണം. ഇങ്ങനെയാണ് സംഭവം. നമ്മളവിടെ എത്തി മോനെ. ഇപ്പിടി ഇருக்கு, സൂപ്പറാ ഇരിക്കാ, കിട്ടുമല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇതാണൊരു മെയിൻ വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ ഇതാ അവിടെ ഒരെണ്ണമുണ്ട്. മോനെ, ഇത് ചെറുതല്ല, എന്നാൽ അത്രയും അതിഭയങ്കരമായ വലുതുമല്ല, എന്നാൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതുപോലത്തെ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. കുറച്ചുകൂടെ അടുത്തോട്ട് ചെല്ലാം. ക്ലിയറല്ലേ? നമുക്ക് ഇതിൻ്റെ അടുത്തോട്ട് ആദ്യം ചെല്ലാവേ, എന്നിട്ട് നമുക്ക് നമ്മളത് ആദ്യമേ ഇതാ അവിടെ നിന്നാണ് ഇങ്ങോട്ട് നോക്കിയതേ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ താഴെ വന്നു. ഇത് സൂപ്പറാണോ, ഇത് കിട്ടുവാണ് ഇത് കാണാൻ, അടിപൊളിയാണ്. അതിലും അടിപൊളിയാണോ അതൊന്നും അറിയത്തില്ല, നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ കണ്ടോ, അവിടെ ഒരു ചെറിയൊരു കൊച്ചു കുടിലുണ്ട്, അതായത് ഒരു കുഞ്ഞു കുടിൽ. ഇവിടെ എല്ലാ ആൾക്കാരിങ്ങനെ കണ്ടോ കിട്ടും കേട്ടോ. അതായത് നമുക്ക് ആ പാറപ്പുറത്തോട്ട് കയറാം. ഇത് ചെറിയ പാറയൊന്നുമല്ല കേട്ടോ, മുട്ടൻ പാറയാണ്. വാവ്, പൊളി. അത് കിട്ടുമോ? അതും അടിപൊളിയാണ്. അതുപോലെ തന്നെയാണ് ഇതിനകത്തേക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റണം. എന്ത് രസമായിരിക്കും അറിയാമോ? നല്ല തണുത്ത വെള്ളം. അതായത് അവിടുന്ന് ഇറച്ചി ഇങ്ങോട്ട് മോന്തിക്കടിക്കുക, ഫുള്ള് നനയുന്ന പോലാണ്. പക്ഷെ അത്രയൊന്നുമില്ല, എന്നാലും കൊള്ളാം. ഇട്ടു ഇത് രസമല്ല, എന്ത് സൂപ്പറാ, നൈസ് വ്യൂ അല്ലേ? അത് തീറല്ലേ? എൻ്റെ അമ്മ, നൈസ്. 2 സൈഡിൽ നിന്ന് വെള്ളം വരുന്നതാണ്. ഇത് കൊള്ളാം, അടിപൊളിയാണ്. എങ്കിൽ അവൻ തന്നെയാണ് കിട്ടു. എന്നുവെച്ചാൽ അതിന് വേറൊരു ബ്യൂട്ടി, അത് പറയാതെ വയ്യ. ഇവ മോശമൊന്നുമല്ല, കൊള്ളാം, നൈസാണ്. ഒരു ഹൈദരാബാദുകാരാണ്. അപ്പോൾ അവർ ഫോട്ടോയൊക്കെ എടുക്കുമോ, എൻ്റെ വീഡിയോ എടുക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനും അവരുടെ കൂടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ നൈസ് എടുത്തു. ജസ്റ്റ് ഒരു ഇത് അത്രേ ഉള്ളൂ. അപ്പം കൊള്ളാം, സൂപ്പറല്ലേ? അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. എന്താണേലും ഇതുവരെ കണ്ട വെള്ളച്ചാട്ടമാണേലും വാട്ടർഫോൾസ് ആണെങ്കിലും അതിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം കേട്ടോ. അപ്പം ഇത് കിട്ടും, അതതിൻ്റെ വേറൊരു സൈഡാണ്. 2 സൈഡുണ്ട്, നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പം എന്താണെങ്കിലും നിങ്ങൾ ഇവിടെയൊക്കെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടുവാണ്. അപ്പോൾ നമ്മൾ ഇതാ പാറയുടെ മേളിലായിരിക്കുന്നത്. ഇതിൻ്റെ പൊന്നു, ഇത് കാണുമ്പോഴാണ് എന്നാ രസമായിരുന്നു കണ്ട്. നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നത്, നമ്മളിങ്ങനെ സമയം ഇങ്ങനെ പൊക്കോട്ടേ ഇരിക്കും അതുപോലെ. പക്ഷേങ്കിൽ വെള്ളം കുറവാണ്, മനസ്സിലായില്ലേ? അതായത് ഇതുവഴിയെല്ലാം കയറിയെല്ലാം ഒഴുകേണ്ടതാണ്. അതായത് അത്രയും ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടൊന്നും നമ്മളെ ആരും ഇറക്കിക്കത്തുന്നില്ല. പിന്നെ ഇതുണ്ടോ, ആ പോകുന്നത് വെള്ളം ഒഴുകി പോകുന്ന സ്ഥലമാണ്. സൂപ്പറല്ലേ? അപ്പം കൂടുതലൊന്നും പറയാനില്ല, വന്ന് കാണുക. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.